ഹലോ ഗൈസ്, സ്നേഹാവസ് ആണ്. ഹിന്ദിയാണ് എടുക്കുന്നത്. നാളെയാണ് നമ്മുടെ എക്സാം വരുന്നത്. നമുക്കത് അടിച്ചു പൊളിച്ച് എഴുതണമെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഓക്കെ, ഏതാണ് ആ ക്വസ്റ്റ്യൻ? നമ്മുടെ ബാരിഷ് കെ ബാദ് എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ്ഡുവിന്റെയും ഗുഡ്ലിയുടെയും പാഠത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. വാർത്താലാപ്. എന്താണ് ഈ വാർത്താലാപ് എന്ന് വെച്ചാൽ മക്കൾക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അതായത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊന്നും ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല നമ്മൾ, പക്ഷെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്റെ മക്കള് ഒരു റിസ്കും എടുക്കണ്ട, ഇതും കൂടി അങ്ങ് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, വാർത്താലാപ് എന്ന് വെച്ചാൽ എന്താണ്? കോൺവെർസേഷൻ ആണ് അല്ലെ? കോൺവെർസേഷൻ ആണ് എന്ന് എന്റെ മക്കൾക്ക് അറിയാം. യെസ്, കോൺവെർസേഷൻ എഴുതൂ, അല്ലെങ്കിൽ സംഭാഷണം അല്ലെ? സംഭാഷണം. ഒന്നുമില്ല, ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തിനോട് സംസാരിക്കുന്നു. ആ സംസാരം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഓക്കെ, മിസ് കറക്റ്റ് ആക്കി തരാം. നമ്മുടെ ഗുഡ്ലി ഉണ്ടല്ലോ, ഗുഡ്ലി എന്ത് ചെയ്തു? വീട്ടിലെത്തിയിട്ട് അന്ന് നടന്ന കഥ നമ്മുടെ അമ്മയോട് പറയാണ്. അന്ന് എന്തൊക്കെ ഉണ്ടായി എന്നുള്ള കഥ അമ്മയോട് നമ്മുടെ ഗുഡ്ലി പറയാണ്. ഗുഡ്ലിയും നമ്മുടെ അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് മക്കളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അയ്യോ ഇപ്പൊ എന്താ എഴുതുക എന്ന് വിചാരിച്ചിരിക്കണ്ടാതെ ഇതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി അഥവാ ഗുഡ്ഡുവിന്റെയും അമ്മയുടെയും ഡയലോഗാണ് ചോദിച്ചു വെച്ചാലും പേടിക്കണ്ട, സാധനം സെയിം ടു സെയിം, ഒരു വ്യത്യാസവും വരുത്താനില്ല. ഇത് തന്നെ എഴുതിയാൽ മതി. ഗുഡ്ഡുവും അമ്മയുമായിട്ട് മാറ്റി കൊടുത്താൽ മതി. സാധനങ്ങളൊക്കെ സെയിം ആയിരിക്കും പറയാം, വേറെ വ്യത്യാസം ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു സംഭാഷണം വരികയാണെങ്കിൽ എന്റെ മക്കൾ ടെൻഷൻ അടിക്കേണ്ട, ഇത് എഴുതി വെച്ചാൽ മതി. എന്തായിരിക്കും നോക്കാം. നമ്മുടെ അമ്മയോട് കഥ പറയായിരിക്കും അല്ലെ? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? അമ്മേ ഞങ്ങൾ ഇന്ന് നാവ് ഉണ്ടാക്കിയിട്ടോ, ബോട്ട് ഉണ്ടാക്കിയിട്ടോ, ബോട്ടിൽ ഇങ്ങനെ കിരുത്തിയിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥ പറയുന്ന പോലെ അല്ലെ? അപ്പൊ നോക്കാം. ക്യാ ഹുവ? അമ്മ ആദ്യം ചോദിക്കുന്നത് എന്താണ്? എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് അല്ലെ? എന്ത് പറ്റി? ഇത്തിനി ഹസിക്കും, എന്തിനെത്ര ചിരിക്കുന്നേ എന്ന് ചോദിക്കുകയാണ്. ഗുഡ്ഡുവിനോടാണെങ്കിലും നമ്മൾ ഇതന്നെയായിരിക്കും ചോദിക്കുക, ഗുഡ്ലിനോടാണെങ്കിലും അമ്മ ഇതന്നെയായിരിക്കും ചോദിക്കുക അല്ലെ? ഇത്തിനി, ഇത്രയും. ഹസി മീൻസ് എന്താണ്? ചിരി. ക്യോ എന്ന് വെച്ചാൽ എന്താണ്? എന്തിനാണ് എന്നുള്ളതാണ് കേട്ടോ. എന്തിനാണ് മിസ് ഇങ്ങനെ മലയാളത്തിൽ എഴുതി തരുന്ന പഠിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾ ബുദ്ധിമുട്ടരുത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിക്കണം. നോക്കുക, സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഗുഡ്ലി പറയാണ് ആജ് ബഹുത് മസ ആയ. ഇത് ഗുഡ്ഡു ആണെങ്കിലും ഗുഡ്ലി ആണെങ്കിലും ഇതേ കാര്യമായിരിക്കും പറയാം. ഇന്ന് വളരെ ഫണ്ണായിരുന്നു, ഇന്ന് വളരെ രസം ഉണ്ടായിരുന്നു എന്ന് പറയാം അല്ലെ? ആജ്, ഇന്ന്. നോക്ക്, ബഹുത് വളരെ, മസ ആയ ഫണ്ണായിരുന്നു എന്ന് പറയാണ് അല്ലെ? നല്ല ഫണ്ണായിരുന്നു, അല്ലെങ്കിൽ എന്താണ്? വളരെ രസമായിരുന്നു എന്ന് പറയാണ് അല്ലെ? ഓക്കെ, അപ്പൊ അമ്മ എന്ത് പറഞ്ഞു? ബാരിഷ് മേ ക്യാ ക്യാ ഖേലേ. അമ്മ ചോദിക്കാണ് മഴയത്ത് എന്തൊക്കെ കളിച്ചു? മഴയത്ത് ക്യാ ക്യാ എന്ന് വെച്ചാൽ എന്താണ്? എന്തെല്ലാം കളിച്ചു എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. കളിച്ചു, എന്തെല്ലാമാണ് കളിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആൾക്കാർ പറയുന്നു, നമ്മുടെ ഗുഡ്ലി ആണെങ്കിലും ഗുഡ്ഡു ആണെങ്കിലും ഒരേ ആൻസറാ പറയാം അല്ലെ? പത്തേക്ക് നാവ് ബനായ. ഞങ്ങൾ ഇല കൊണ്ട് നാവ് ബനായ. നാവ് വെച്ചെന്താണ്? തോണി ഉണ്ടാക്കി. ഇല കൊണ്ട് തോണി ഉണ്ടാക്കി. എന്നിട്ടോ? ഓർ ചീണ്ട, ലാൽ കാല കീട, കേഞ്ചുവ और मेंढक को बिठा दिया. എന്തൊക്കെ ചെയ്തു? ഇതൊക്കെ ഈ സെന്റൻസ് എന്തായാലും എന്റെ മക്കള് പഠിക്കണം. ഡയറി ആവട്ടെ, ലെറ്റർ ആവട്ടെ, ഇനി വേറെ എന്തെങ്കിലും ആവട്ടെ, ഈ സംഭാഷണം ആവട്ടെ, എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പത്തയുടെ ഒരു നാവ് ഉണ്ടാക്കി, പിന്നെ കേച്ചുവ, മണ്ണീര, പിന്നെന്താണ്? ചീൻടി, പിന്നെന്താണ്? നമ്മുടെ മേണ്ടക്, ലാൽ കാലാക്കീട, ഇവരെയൊക്കെ അതിലിരുത്തി. ഈ ഡയലോഗ് നിർബന്ധമാണ്, മസ്റ്റ് ആണ്. അതുകൊണ്ട് എന്റെ മക്കൾ അത് കാണാതെ അങ്ങ് പഠിച്ചു വെക്കണം കേട്ടോ. നോക്കുക, ഉറുമ്പിനെ, ലാൽ കാലാക്കീട റെഡ് ആൻഡ് ബ്ലാക്ക് ഒരു പ്രാണീനെ, പിന്നെന്താണ്? കേഞ്ചു വെച്ചെന്താണ്? മണ്ണിര, പിന്നെ എന്തിനൊക്കെ ഇരുത്തിയിട്ടുള്ളത് നമ്മള്? മേണ്ടക്ക് അല്ലെ? തവള, ഇവരൊക്കെ ബിട്ടാദിയ, ഇരുത്തി. ഓക്കെ, ഇരുത്തി എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ അമ്മ എന്ത് ചോദിക്കുന്നുണ്ടാവും? അമ്മയ്ക്ക് വേറെ ഡയലോഗ് ഒന്നുമില്ല. അമ്മ ഫിർ ക്യാ ഹുവാ? എന്നിട്ട് എന്ത് പറ്റി? ക്യാ ഹുവാ. ഈ സാധനം ഡയലോഗ് മറന്നു പോകരുത്. സംഭാഷണത്തിൽ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് ക്യാ ഹുവാ. ക്യാ ഹുവാ വെച്ചാൽ എന്ത് പറ്റി, എന്താന്നുള്ളതിന് ക്യാ എന്നുള്ളതൊക്കെ കേട്ടോ നമ്മൾ ഉപയോഗിക്കാം. നോക്കാം, ഫിർ ക്യാ ഹുവാ, പിന്നീട് ക്യാ ഹുവാ, എന്തു പറ്റി എന്ന് ചോദിക്കാം കേട്ടോ. എന്തു പറ്റി? യെസ്. അപ്പൊ നമ്മുടെ ഗുഡ്ലി പറയാണ് നാവ് പലട്ട് ഗൈ. തോണി മറിഞ്ഞു പോയി എന്ന് പറയാണ്. തോണി മറിഞ്ഞു പോയി. യെസ്, അതും നമ്മൾ പറഞ്ഞു. എന്നിട്ടോ ലാസ്റ്റ് നമ്മുടെ അമ്മ പറയും. അമ്മ ഉപദേശിക്കണല്ലോ, അമ്മയാണല്ലോ. അപ്പൊ അമ്മ പറയാണ് ബാപ്രി. ബാപ്രി എന്താണ്? അയ്യോ എന്നുള്ള അർത്ഥം കേട്ടോ. അയ്യോ, ബാപ്രി മീൻസ് അയ്യോ. ജീവ ജന്തുക്കോ പരേശാൻ നഹി കർനാ ചാഹിയേ. അമ്മ ഉപദേശിച്ചതാ കേട്ടോ. ജീവജന്തുക്കളെ പരേശാൻ എന്ന് വെച്ചാൽ എന്താണ്?
പ്രശ്നത്തിലാക്കാൻ അല്ലെങ്കിൽ ടെൻഷനാക്കാൻ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളതാ കേട്ടോ. പാടില്ല. ഓക്കെ, പരേഷാൻ നെഹി കർണ ചാഹിയെ എന്നാണ് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതേ അമ്മ നിർത്തുന്നു. വേണമെങ്കിൽ കുട്ടിക്ക് ഒരു ഡയലോഗും കൂടി നമുക്ക് കൊടുക്കാം. ടീഖേ വെച്ചെന്നാണ് ഓക്കെ, ടീഖേ എന്ന് വെച്ചെന്നാണ് ഓക്കെ എന്നുള്ള അർത്ഥം കേട്ടോ. വേണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. യെസ്, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഈ ഒരു സംഭാഷണം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മോഡൽ എക്സാമിന് നമുക്ക് വന്നിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പഠിക്കാതെ പോകരുത്. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മക്കള് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഇത് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഇത് ഇനിയും വരുന്നതായിരിക്കും. നമ്മുടെ മെഗാ മാരത്തോൺ ഒരു കാരണവശാലും മക്കൾ ഒഴിവാക്കരുത്. ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ടായിരിക്കും നമ്മൾ വരുന്നുണ്ടാവുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ടാറ്റാ, ബൈ ബൈ.